ഹലോ ഗായ്സ്, ഹലോ. ഇത് കാണുന്നുണ്ടോ? ഞാൻ മൈലാഞ്ചി ഇട്ടിരിക്കുകയാണ്. ദേ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വെണ്ണിലയുടെ സീമന്തമാണ്. സീമന്തം എന്ന് വെച്ചാൽ നമ്മുടെ വളകാപ്പില്ലേ, അതാണ് പരിപാടി. അപ്പം ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഈ സംഭവം കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയിട്ട് നോക്കാം. അങ്ങനെ ഞാൻ ഇവിടെ വീട്ടിലെത്തി. ഇവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇത് നോക്കിയേ, മഞ്ഞളും സിന്ദൂരവും ചന്ദനവും പിന്നെ കുറേ ബ്ലൗസ് പീസസും ആണ്. ഇതെല്ലാം ഒരു കവറിലിട്ട് പിന്നെ അതിൻ്റെ കൂടെ വെറ്റയും ഒരു പഴവും കൂടെ വെച്ചിട്ടാണ് ഗസ്റ്റുകൾക്കെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ വരുന്നവർക്ക് കൊടുക്കാനുള്ളതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ എന്തായെന്ന് നോക്കാം. ഇലകളും പൂക്കളും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്നെ പുറത്തു പോകാനായിട്ട് വിളിച്ചത്. അത്തമാമയുടെ കൂടെ ഞാൻ പുറത്തു പോയി കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറേ മുല്ലപ്പൂവും കൂടി വാങ്ങിച്ചിട്ട് തിരിച്ചെത്തി. വന്നിട്ട് നമ്മൾ ഈ സ്വീറ്റ്സ് എല്ലാം പാക്ക് ചെയ്തു. 5 ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സും എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. പിന്നെ ഈ പൊട്ടും വളകളും എല്ലാം എടുത്ത് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വെണ്ണിലേനെ ഒരുക്കാം. ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പൂവൊക്കെ വെച്ച് മുടിയൊക്കെ പിന്നി കമ്മലിട്ടു, മാല ഇട്ട് സെറ്റാക്കി, പച്ച കുപ്പിവള, കൈ കാണിച്ചേ, നല്ല ചുമന്ന മൈലാഞ്ചി. ഇതാണ് വെണ്ണില. ഇനി എൻ്റെ ഔട്ട്ഫിറ്റ് കാണണ്ടേ? ഇതാണ് എൻ്റെ സാരി. റാണി പിങ്ക് കളർ സാരിയാണ് ഞാൻ എടുത്തത്. നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഇതേപോലെ കാലിൽ മഞ്ഞൾ തേച്ച് കൊടുക്കണം. ആ ഡ്യൂട്ടി മൗനികയ്ക്കായിരുന്നു. എൻ്റെ കാലിലും മഞ്ഞളിട്ട് തന്നു. കണ്ട, മഞ്ഞ മഞ്ഞ പാദം. എല്ലാവർക്കും മഞ്ഞളിട്ട് കൊടുത്ത മൗനികയെ കാണണ്ടേ? ഇതാണ് മൗനിക. കാലിൽ മഞ്ഞൾ, മുഖത്ത് ചന്ദനം. എനിക്ക് അവൾ ഇട്ട് തന്നപ്പോൾ ഞാനും അവൾക്ക് മുഖത്ത് ചന്ദനം ഇട്ട് കൊടുത്തു, പൊട്ടും തൊട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ടായി. ആദ്യം അവളുടെ അമ്മ മുഖത്ത് ചന്ദനവും പൊട്ടും വെച്ച് റെഡിയാക്കും. പിന്നില്ലേ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതാണ് എൻ്റെ അത്തമ്മ, അത് മാമ. നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയതാണേ. അപ്പോൾ അവരിതുപോലെ മടിയിൽ ടവൽ വെച്ചിട്ട് ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ വെച്ച് കൊടുക്കും. അമ്മയച്ഛനും ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മയച്ഛനും അവർ കൊണ്ടുവന്ന ഫ്രൂട്ട്സും സ്വീറ്റ്സും മുല്ലപ്പൂവും സാരിയും വളയും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മടിയിൽ വെച്ച് നിറച്ചു കൊടുക്കും. എന്നിട്ട് ആ വള എടുത്തിട്ട് അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കും. സാധനങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇതുപോലെ അരിയും മഞ്ഞളും പൂവും വെച്ചിട്ടുണ്ട്. അത് തലയിൽ ഇട്ട് കൊടുത്തിട്ട് അനുഗ്രഹിക്കും. വരുന്നവരെല്ലാം അവർ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് അവളുടെ മടിയിൽ വെച്ച് കൊടുക്കും. ഗോദ്ഭറായി ഫംഗ്ഷനെ പറ്റി സീരിയലിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് റിയൽ ആയിട്ട് കാണുന്നത്. നല്ല ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അത് നമ്മുടെ ചിട്ടിപ്പാപ്പയാണ്. ഒരു വഴക്കും ഇല്ലാത്തൊരു അമ്പോറ്റി കുഞ്ഞാണേ. എല്ലാവരുടെയും കയ്യിലും പോവും ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനും പോയിട്ട് സ്വീറ്റ് കൊടുത്തു. ഇനിയാണ് ഫുഡ് അടി. ഇവിടുത്തെ മെയിൻ ഫുഡാണ് ബഗാര റൈസും ചിക്കൻ കറിയും. ഇന്ന് അതിൻ്റെ കൂടെ വഴുതനങ്ങ കറിയും തൈരും സാമ്പാറും പിന്നെ സ്വീറ്റുമാണുള്ളത്. അങ്ങനെ ഞാൻ വയറ് നിറച്ച് ഫുഡ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ആരും കാണാതെ സെക്കൻഡ് റൗണ്ട് സ്വീറ്റ് കഴിക്കുക. സ്വീറ്റിൻ്റെ പേരാണ് ഡബിൾ കമീട്ട. അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. എല്ലാം വൈൻഡപ്പ് ചെയ്തു. ഓൾ സെറ്റ്, റെഡി ടു സേ ഗുഡ് ബൈ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ബൈ ബൈ. സീ യു നെക്സ്റ്റ് ടൈം.